ഒരു ക്രൈം ഉണ്ടായാൽ ആ ക്രൈമിന് കാരണക്കാരായവരെ, കുറ്റവാളികളെ നിമിഷ നേരങ്ങൾക്കുള്ളിൽ, സെക്കൻഡുകൾക്കുള്ളിൽ കണ്ടെത്താൻ സാധിച്ചാലോ? എങ്ങനെ സാധിക്കും എന്നല്ലേ ചിന്തിക്കുന്നത്. എന്നാൽ ഇന്ത്യക്ക് ഇനി അത് സാധിക്കും. അഭിഗ്യാൻ ആപ്പ് അതിനുള്ളതാണ്. 5 സെക്കൻഡിനുള്ളിൽ കുറ്റവാളികളെ തിരിച്ചറിയാൻ സഹായിക്കുന്ന അഭിഗ്യാൻ. എന്തായാലും ഈ അഭിഗ്യാനെ പരിചയപ്പെടുത്തുന്ന ഒരു പോസ്റ്റ്, എന്താണ് അഭിഗ്യാൻ എന്നതിനെക്കുറിച്ച് ഒരു ചെറു വിവരണത്തോടുകൂടി നൽകിയ ഒരു പോസ്റ്റ് ഭാസ്കരൻ നായർ അജയൻ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ആ പോസ്റ്റ് വായിക്കാം. 35 സെക്കൻഡുകൾ കൊണ്ട് കുറ്റവാളികളെ കണ്ടുപിടിക്കാമെന്നോ അഭിഗ്യാൻ. നീയൊക്കെ ചിന്തിച്ച് തീരുന്നിടത്ത് നിന്നാണ് മോദിയും അമിത്ഷായും ചിന്തിക്കുന്നത്. ഇന്ത്യയുടെ 50 വർഷം നശിപ്പിച്ച മൗണ്ട് ബാറ്റൻ എന്ന വെള്ളക്കാരന്റെ മുഖത്ത് റേസർ ചലിപ്പിച്ചവരുടെ പിന്മുറക്കാരല്ല ഇന്ത്യ ഭരിക്കുന്നത്. ഇന്ത്യ അഭിഗ്യാൻ അവതരിപ്പിച്ചു. ഇനി 35 സെക്കൻഡിൽ കുറ്റവാളികളെ തിരിച്ചറിയാം. ഇന്ത്യയുടെ ക്രിമിനൽ ജസ്റ്റിസ് സംവിധാനത്തിനും പോലീസ് സേനയ്ക്കും വലിയ കരുത്ത് പകർന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അഭിഗ്യാൻ ആപ്പ് അവതരിപ്പിച്ചു. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ വിരലടയാള ഡാറ്റാബേസുകളിൽ ഒന്നിലേക്ക് രാജ്യത്തെ പോലീസ് സേനകൾക്ക് ഇതോടെ നേരിട്ട് പ്രവേശനം ലഭിക്കും. അഭിഗ്യാന്റെ പ്രധാന സവിശേഷതകൾ: 1. വിരലടയാളം ഉപയോഗിച്ച് ഉടനടി കുറ്റവാളികളെ തിരിച്ചറിയാൻ സാധിക്കും. 2. 1.29 കോടിയിലധികം വ്യക്തികളുടെ വിരലടയാളങ്ങൾ ഇതിനകം ശേഖരിച്ചിട്ടുണ്ട്. 3. സംശയിക്കപ്പെടുന്നവരെ വെറും 35 സെക്കൻഡിനുള്ളിൽ തിരിച്ചറിയാം. മുൻപ് ദിവസങ്ങൾ എടുത്തിരുന്ന പ്രക്രിയയാണിപ്പോൾ സെക്കൻഡുകൾക്കുള്ളിൽ തീരുന്നത്. നാഫീസുമായി ബന്ധിപ്പിച്ച് നാഷണൽ ഓട്ടോമേറ്റഡ് ഫിംഗർ പ്രിന്റ് ഐഡന്റിഫിക്കേഷൻ സിസ്റ്റത്തിന്റെ ഭാഗമായി പ്രവർത്തിക്കുന്നു. തെളിവ് ശേഖരണം, കുറ്റവാളികളെ ട്രാക്ക് ചെയ്യൽ എന്നിവ കൂടുതൽ കാര്യക്ഷമമാക്കാൻ രൂപകൽപ്പന ചെയ്തിരിക്കുന്നു. പുതിയ റെക്കോർഡുകൾ ചേർത്ത് ഡാറ്റാബേസ് ഇനിയും വികസിക്കും. പൗരന്മാരെ സംബന്ധിച്ചിടത്തോളം അഭിഗ്യാൻ ആപ്പിന്റെ സ്വാധീനം വേഗത്തിലുള്ള അന്വേഷണങ്ങളിലും കാലക്രമേണ സുരക്ഷിതമായ അയൽപ്പക്കങ്ങളിലും പ്രകടമാകും എന്ന് പ്രതീക്ഷിക്കുന്നു. കുറ്റകൃത്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ പോലീസിന് കൂടുതൽ വേഗത്തിൽ പ്രവർത്തിക്കാൻ ഡിജിറ്റൽ രേഖകളിലേക്കുള്ള ആക്സസ് സഹായിക്കും. ഇത് പലപ്പോഴും സംശയിക്കപ്പെടുന്നവരെ രക്ഷപ്പെടാനോ വീണ്ടും കുറ്റകൃത്യം ചെയ്യാനോ അനുവദിക്കുന്ന കാലതാമസം കുറയ്ക്കും. സാങ്കേതിക വിദ്യാ നിയമപാലനത്തിന്റെ കേന്ദ്രബിന്ദു ആകുന്ന കാലത്ത് കുറ്റവാളികളെ വേഗത്തിൽ കണ്ടെത്താനും കേസുകൾ തീർപ്പാക്കാനും ക്രിമിനൽ ജസ്റ്റിസ് സംവിധാനം ശക്തിപ്പെടുത്താനും അഭിഗ്യാൻ ഇന്ത്യൻ പോലീസിന് ഒരു ഡിജിറ്റൽ ആയുധമാണ്. കടലാസ് ഫയലുകളിൽ നിന്ന് തത്സമയ തിരിച്ചറിയലിലേക്ക് ഇന്ത്യൻ പോലീസിംഗ് ഒരു പുതിയ ഡിജിറ്റൽ യുഗത്തിലേക്ക്, അതായത് നരേന്ദ്ര യുഗത്തിലേക്ക് കടക്കുകയാണ്. അതായത് മൗണ്ട് ബാറ്റന്റെ താടിയിൽ റേസർ ചലിപ്പിച്ചിരുന്ന ഒരു കാലമല്ല ഇത്. എല്ലാവരുടെയും മുന്നിൽ അഭിമാനത്തോടെ ഓരോ ഇന്ത്യക്കാരനും തല ഉയർത്തി നിൽക്കാൻ പറ്റുന്ന കാലമാണ് എന്ന് ഭാസ്കരൻ നായർ അജയൻ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ഒരിക്കൽ കൂടി വ്യക്തമാക്കുകയാണ്. നരേന്ദ്ര ഭാരതത്തിൽ ഓരോ ഇന്ത്യക്കാരനും അഭിമാനിക്കും. ആരുടെ മുന്നിലും, ഒരു വിദേശിയുടെ മുന്നിൽ പ്രത്യേകിച്ചും തല കുനിക്കേണ്ട ആവശ്യമില്ലാതെ മുൻപോട്ട് പോകാൻ ഓരോ ഇന്ത്യക്കാരനും സാധിക്കും. അതിനുള്ള തയ്യാറെടുപ്പുകളാണ്, അതിനുള്ള കോപ്പുകൂട്ടലാണ് പലപ്പോഴും നരേന്ദ്രമോദി സർക്കാർ ഒരുക്കുന്നത്. ആ കാര്യത്തിൽ നരേന്ദ്രമോദി സർക്കാർ എന്നും ഒരു വിജയം തന്നെയാണ്. ന്യൂസ് ഡെസ്ക് കർമ്മ.